നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സമയമല്ല ഇത് സുവിശേഷ പ്രഘോഷണത്തിന്റെ സമയമാണ്. ഈ പ്രഘോഷണം നടക്കാത്ത സഭയല്ല. ഹല്ലേലൂയ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം പറയുമെന്ന് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ മിശിഹ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള ഏർപ്പാടാണ്, കാണുന്നവർക്കും നല്ല രസമുള്ള ഏർപ്പാടാണ്. എന്നാൽ ഈ സുവിശേഷ പ്രഘോഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എത്രയൊക്കെ ദുരിതങ്ങളിലൂടെയാണ്, എത്രയൊക്കെ കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഓരോ മനുഷ്യരും നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. മിഷൻ യാത്രയിലേക്കൊക്കെ പോകുമ്പോൾ നാട്ടിലുള്ളവരൊക്കെ പറയുന്നത് ഭയങ്കര സുഖമുള്ള യാത്രയാണ്, അവിടെ പോയിട്ട് നല്ല സമ്പാദ്യം കിട്ടും എന്നുള്ളതാണ്. എന്നോട് പലരും പറയാറുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇഷ്ടംപോലെ പണം കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ ഒരാളോട് വ്യക്തിയോട് പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ പോയിട്ട് അവിടെ മലയൊക്കെ ആണല്ലോ, കാടൊക്കെ ആണല്ലോ, ഞങ്ങൾ മരത്തിന്റെ കാട്ടിലൊക്കെ പോയിട്ട് മരം കുലുക്കി പറിച്ച് എടുക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ളവരുടെ ഒരു അവസ്ഥ ഇതാണ്. അങ്ങനെ ഇഷ്ടംപോലെ പണം കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ പണം വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരുടെയും, നമ്മുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ വിചാരങ്ങൾ. പ്രിയപ്പെട്ടവരൊന്ന് മനസ്സിലാക്കണം, മിസ്റ്റർ പൗലോസ്ലീഹ ഏറ്റവും കഷ്ടപ്പാടിലൂടെ സുവിശേഷം പ്രവേശിക്കാൻ പോയ വ്യക്തിയാണ്. പലതവണ കപ്പലപകടത്തിൽപ്പെട്ട്, പലതവണ ചാട്ടവാറടിയേറ്റ്, പലതവണ വെള്ളത്തിൽ കൂടി ഒഴുകി നടന്നുകൊണ്ട് അങ്ങനെ ഒരുപാട് ദുരിതത്തിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ് പൗലോസ്ലീഹ. ഇതെല്ലാം വായിച്ചിട്ടും നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രം മനസ്സ് തിരിയാനോ മിഷണറിമാരെ ഇത് സഹായിക്കാനോ അല്ലെങ്കിൽ മിഷണറിമാർക്ക് പ്രാർത്ഥിക്കാനോ തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം. നിങ്ങളിപ്പോൾ എന്റെ പുറയിൽ കാണാം, ഇത് ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ഈ ട്രെയിനിന്റെ അവസ്ഥ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ്, ഇത് ലോക്കൽ കമ്പാർട്ട്മെന്റ് അല്ല, സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് അല്ല. ഈ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ ഇതേപോലെ തിരക്ക് പിടിച്ച് ഞങ്ങൾക്ക് അത്രയും പണം കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും തിരക്കില് ഈ വണ്ടിയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. AC-യിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം. ഞങ്ങൾ പലപ്പോഴും ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ 2, 3, 4 ദിവസം യാത്ര ചെയ്ത് ഇതുപോലെ ഒന്ന് വാഷ്റൂമിൽ പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ഈ യാത്ര ചെയ്ത് ഞങ്ങൾ ഓരോ ഗ്രാമത്തിൽ ചെന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സ് തൃപ്തി വരുന്നത് യേശുവിന്റെ സ്നേഹ സന്ദേശം കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. കാരണം ഞങ്ങൾ പോകുമ്പോ ആ ഗ്രാമത്തിൽ നിന്നൊന്നും ഞങ്ങൾക്ക് പലപ്പോഴും ആരും ഒരു പൈസ പോലും തരാറില്ല. വണ്ടിക്കൂലിക്കുള്ള പൈസ പോലും ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് പലപ്പോഴും എടുത്തു പോകുന്നത്. ചില വൈദികര് 10, 500, 1000 തന്നാൽ ആയി എന്ന് മാത്രമേ പറയാനുള്ളൂ. പറയപ്പെട്ടവര് നമ്മള് ഈ മാതിരി സുവിശേഷം പ്രഘോഷിക്കുന്ന ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുക? നിങ്ങൾ പുതിയ ദേവാലയങ്ങൾ കെട്ടിപ്പടുക്കുന്നു, പഴയ ദേവാലയങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട്, ഏറ്റവും വലിയ സങ്കടപരമായ കാര്യമാണ് പഴയ ദേവാലയങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട്, ആൾക്കാരെ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ഐഡിയകൾ വെച്ചുകൊണ്ട് പുതിയത് ഉണ്ടാക്കുവാനായിട്ട് എത്രയും തത്രപ്പാടാണ്. ഞാൻ ഒരിക്കലും ചോദിച്ചു, മിഷണറിമാരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നാൽ അങ്ങനെ ചോദിക്കുമ്പോൾ അവരാരും ഒന്നും തരില്ല. നേരെ മറിച്ച് ഒരു ദേവാലയം പണിയാൻ 40,000, 50,000, 1 ലക്ഷം കൊടുക്കാൻ തയ്യാറാവുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട്. നിങ്ങൾ ഇതാണ് മിഷണറിമാരുടെ ഓരോ കഷ്ടപ്പാടുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് തന്നെ. ഞങ്ങൾ ഈ ഓരോ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയുള്ള വൈദികർ വിളിക്കുന്നു, അവിടെ പല ആളുകളും പറയും നിങ്ങൾ മതം മാറ്റാൻ പോകുന്നു. മതമല്ല മാറേണ്ടത്, മനസ്സാണ് മാറേണ്ടത്. യേശുക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. സകല ജനങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് വീണ്ടും വരുവാനിരിക്കുന്നത്. ഈ ഒരു സത്യമാണ് ഞങ്ങൾ ഈ ലോകമെങ്ങും പറഞ്ഞു കൊടുക്കുന്നത്. ഈ സുവിശേഷം പറഞ്ഞു കൊടുക്കുമ്പോൾ പലർക്കും അത്ഭുതങ്ങളും രോഗശാന്തികളും അടയാളങ്ങളും അവരുടെ മുമ്പിൽ വെച്ച് അവര് കാണുന്നു, അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. പലപ്പോഴും പിശാചുകൾ പുറത്താകുന്നു, രോഗികൾ സൗഖ്യപ്പെടുന്നു, ക്യാൻസർ രോഗം പോലും സുഖപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാകും യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ, മറ്റാരിലും രക്ഷയില്ലെന്ന് അവർക്ക് സ്വയം തോന്നുകയും അതുപോലെ ആ യേശുവിലേക്ക് വിശ്വസിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഈ സുവിശേഷ യാത്രയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് തോമസ് കടന്നു വന്നപ്പോൾ അന്ന് ഇതേപോലെ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു തിരക്ക് പിടിച്ച സ്ഥലത്താണെങ്കിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു. എങ്കിൽ ആ തോമസ് കടന്നു വന്നപ്പോൾ
ഇതിനുള്ള യാത്രാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വീകരിക്കുന്ന അവസ്ഥകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും എത്രയോ കഷ്ടപ്പെട്ടാണ് വിശുദ്ധ തോമസ് ലീഹ നമ്മുടെ നാട്ടിലൊക്കെ സുവിശേഷം പ്രഘോഷിച്ചത്. എന്നിട്ട് നമ്മളിപ്പോൾ 2000 വർഷത്തെ അഭിമാനം പറഞ്ഞുകൊണ്ട് ഓരോ ദേവാലയങ്ങൾ പറഞ്ഞത് ദേവാലയങ്ങൾ പണിയുണ്ടാകുന്നല്ല, ദേവാലയങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ പണിയുക തന്നെ വേണം. എന്നാൽ ഒരു ദേവാലയം പണിതിട്ട് അത് പൊളിച്ചു കളഞ്ഞിട്ട് ഓരോ വൈദികർ 3 വർഷം കൂടുമ്പോൾ ഓരോ വൈദികർ മാറി വരും. ഈ വൈദികർ വരുമ്പോൾ ഈ വൈദികർ ഇഷ്ടപ്രകാരം ദേവാലയങ്ങൾ പൊളിച്ചു പണിയുക, പുതിയ മോഡലുകളാക്കി പണിയുക. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കേട്ടതാണ്, നല്ല രീതിയിലുള്ള ഒരു ദേവാലയത്തിന് സക്രാരി പൊളിച്ചു കളയാൻ 10 ലക്ഷം രൂപ ആണെന്ന്. അത് പള്ളിയിൽ വിളിച്ചു പറയുന്നുണ്ടായി. വേറൊരു വൈദ്യം വിളിച്ചു പറയുന്നുണ്ടായി 25 വർഷം പഴക്കമുള്ള ഷീറ്റ്. ഒരു ഷീറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 85-100 വർഷമൊക്കെ ഇരുന്നോളൂ. 85 വർഷം പഴക്കമുള്ള ഷീറ്റിനൊന്നും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നത് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് ഇടണം. ഒരു ഷീറ്റിന് കംപ്ലൈന്റ് വന്നാൽ മൊത്തം പൊളിച്ചു കളയണം എന്നുള്ളതാണ് ഈ വൈദികരുടെ കൂടെ നടക്കുന്ന കുറെ ആളുകളുടെയും വികാരങ്ങൾ. ചോദിക്കുന്നത്, ഈ വൈദികൻ സഞ്ചരിക്കുന്ന ഒരു കാറിന്റെ ഒരു ടയർ പഞ്ചറായാൽ ആ ടയറിന്റെ 4 ടയർ മാറ്റുമോ അത് ആ ടയർ മാത്രം പഞ്ചർ ഒട്ടിച്ചെടുക്കുമോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഒരു ഷീറ്റ് ഒരു ചെറിയ കംപ്ലൈന്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് കംപ്ലൈന്റ് നീക്കാതെ അത് മുഴുവനും മാറ്റിയെടുക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് നമ്മുടെ വൈദികർക്കുള്ളത്. നിങ്ങൾ നോക്കണം, 2, 3, 4 ദിവസം യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിലൂടെ എത്തുന്നത്. ഇവിടെ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഏറ്റവും ആളുകൾ അവിടെ ചെല്ലും പറയും, നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ധാരാളം പണം കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ അവിടെ കൊയ്തെടുക്കുകയാണല്ലോ. അവിടെ ഇങ്ങനെ വിതച്ചിട്ടിരിക്കുക പണമെല്ലാം, അതിങ്ങനെ വഴിവാളം കൊണ്ട് കൊയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ മരത്തെ കയറിയിട്ട് ഇങ്ങനെ കുടുക്കി എടുത്താൽ മതിയല്ലേ. ഈശോയുടെ കൽപ്പന അനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും സുവിശേഷ പ്രഘോഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈശോയുടെ സ്നേഹം സകല മനുഷ്യർ പറയണം. ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവൻ യേശുക്രിസ്തു മാത്രമാണ്, മറ്റൊരാളിലും രക്ഷയില്ല. ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന സത്യമായ കാര്യമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കായക മൂലം ശിക്ഷിക്കപ്പെടാൻ വിധിച്ചിരിക്കുന്ന കുറെ ജനങ്ങളുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു മനസ്സാണ് ഉണ്ടാകുമെങ്കിൽ അത് ഞങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നന്മയാണ്, ഞങ്ങളിലൂടെ കർത്താവ് ചെയ്യുന്ന ഏറ്റവും വലിയ കൃപയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഓരോ സുവിശേഷ പ്രഘോഷണത്തിനും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഓരോ സുവിശേഷ പ്രഘോഷകരും കണ്ടുപിടിച്ച് അവരെ ഒന്ന് സഹായിക്കുവാനോ ഒന്ന് അവർക്കൊരു ചെറിയ കൈത്താങ്ങായിട്ട് നിൽക്കുവാനോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവർ വീണ്ടും ആ സുവിശേഷ പ്രഘോഷണമായിട്ട് മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ ഈ മിഷൻ ദൗത്യം അവിടെ തന്നെ വെച്ച് പലപ്പോഴും നിന്നുപോകും എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഓർക്കണം, ഞങ്ങൾക്ക് നാട്ടിലെ ജോലി ഇല്ലാത്തത് കൊണ്ടോ ഞങ്ങൾക്ക് വേറെ ജോലി ചെയ്യാൻ മടിയുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഞങ്ങൾ ഈ സുവിശേഷ പ്രഘോഷണമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈശോയുടെ കൽപ്പന ഒന്ന് മാത്രം കൊണ്ടാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. ഈ ദൈവവിളി കിട്ടിയിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കാതെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ദേവാലയത്തിനും നിർമ്മാണത്തിനും നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം നിങ്ങൾ, അത് വൈദികരായിക്കോട്ടെ, മെത്രാന്മാരായിക്കോട്ടെ, അൽമാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ മിഷണറിമാരെ സഹായിക്കാതെ നിങ്ങൾ ദേവാലയത്തിന്റെ ഓരോ അറ്റകുറ്റപ്പണികളും ഓരോ വർഷവും നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ സ്വർഗരാജ്യത്തിന് ലഭിക്കേണ്ട ഓരോ ആത്മാക്കളെയും നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. സ്വർഗരാജ്യത്തിലേക്ക് ലഭിക്കേണ്ട ഓരോ ആത്മാക്കളെയും, ഞങ്ങളിലൂടെ നേടേണ്ട ഓരോ ആത്മാക്കളെയും ഒരുപക്ഷെ ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ ഞങ്ങൾ തന്നെ ഇത് നിർത്തിയിട്ട് ഞങ്ങളുടെ ജോലിയിലേക്ക് വ്യാപൃതരാവാൻ സാധ്യതയുണ്ട്. എനിക്ക് പരിചയമുള്ള പലരും എന്റെ കൂടെയുണ്ട്. അവർ പലരും ഈ സുവിശേഷ ദൗത്യം നിർത്തിവെച്ച് നല്ലതുപോലെ സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്ന വ്യക്തികൾ പലരും ഈ സുവിശേഷ പ്രഘോഷണം നിർത്തിവെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന അവസ്ഥ ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയാം. കേരളം വിട്ടുകഴിഞ്ഞ് നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥകൾ ഇതാണ്. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ സൂചി കുത്താൻ പോലും ഇടയില്ലാതെ ഒന്ന് നടന്ന് അങ്ങോട്ടൊന്നും മാറുവാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ പലപ്പോഴും ഈ യാത്ര ഓരോന്നും ചെയ്തു വരുന്നത്. എന്നിട്ടും പലരും ഞങ്ങളെ നാട്ടിൽ ചെല്ലുമ്പോൾ പല വൈദികരുടെ തിക്താനുഭവങ്ങൾ കാണുമ്പോൾ, പല വൈദികരുടെ വാക്കുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്.
ചില വൈദികരൊക്കെ അവര് വലിയ ആളുകളാണ് എന്നുള്ള ഒരു തോന്നലോട് കൂടിയുള്ള സംസാര രീതികൾ ഞങ്ങളെ മാറ്റി നിർത്തുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോഴൊക്കെ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. കാരണം ഞങ്ങള് ഇതുപോലെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. വെറുതെ വായിച്ചു പോയപ്പോൾ അതൊന്ന് വായിച്ച് ധ്യാനിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പൗലോസുകാരും നമ്മുടെ ശിഷ്യന്മാരൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ സുവിശേഷം പറഞ്ഞ് പരത്തിയത്, യേശുവിന്റെ സ്നേഹം പറഞ്ഞു പരത്തിയത് എന്നുള്ള ആ വിഷയം സത്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മിഷണറിമാരെ നിങ്ങൾ മനസ്സറിഞ്ഞ് സഹായിക്കുമായിരുന്നു. നിങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശുവിന്റെ സന്ദേശവുമായിട്ട് കടന്നു പോകുന്ന ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെ നിങ്ങൾ ഒന്ന് സഹായിക്കാൻ ഒന്ന് മനസ്സാകുമെങ്കിൽ അത് നിങ്ങൾക്കും സ്വർഗരാജ്യത്തിൽ ഒരിടം കിട്ടുന്ന മേഖലയായിട്ട് മാറും. ഈശോയുടെ കൃപ ഞങ്ങൾക്ക് നൽകും. നിങ്ങൾക്കൊരു പക്ഷെ പോകാൻ സാധിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾക്കൊരു പക്ഷെ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അറിയില്ലായിരിക്കും, നിങ്ങൾക്ക് കഴിവുകൾ കിട്ടിയിട്ടില്ലായിരിക്കാം. എന്തും ആയിക്കൊള്ളട്ടെ, എങ്ങനെ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ പോകുന്ന ആളുകളെ ഒന്ന് സഹായിക്കുവാൻ, അവരെ ഒന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതൊരു വലിയ കൃപയായിട്ട് മാറും. അത് ആ ഒരു കൃപ പോലും തന്നെ ഞങ്ങളെ സഹായിക്കുമ്പോൾ ഞങ്ങൾ നേടുന്ന ഓരോ ആത്മാക്കളുടെയും രക്ഷ വഴി നിങ്ങൾക്കും അതിന്റെ പങ്ക് പറ്റാം എന്നുള്ള ഒരു സത്യം കൂടി നിങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സമയമല്ല, ഇത് സുവിശേഷ പ്രഘോഷണത്തിന്റെ സമയമാണ്. ഈ അവസാന കാലഘട്ടത്തിൽ കർത്താവിന്റെ ഈ രണ്ടാമത്തെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ സുവിശേഷ പ്രഘോഷണം നടക്കണം എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. സുവിശേഷ പ്രഘോഷണം നടക്കാത്ത സഭയല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന സഭ. ഒരിക്കലും അത് സഭയല്ല, അത് ആത്മീയമല്ല, അത് ഭൗതികമാണ്. ഭൗതിക നേട്ടങ്ങൾക്ക് മാത്രമായിട്ടാണ് അത്. നമ്മുടെ ഇടവകയിലായിക്കോട്ടെ, രൂപതയിലായിക്കോട്ടെ, മറ്റുള്ളവരുടെ ഇഷ്ടം, മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു പ്രവണതയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, മിഷനിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി വരാം. മിഷനിലേക്ക് പോകുന്നവരെ നിങ്ങൾക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും എപ്പോഴും നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.